നമസ്കാരം. എത്രയൊക്കെ വാരിക്കോരി നൽകിയാലും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയെന്നതാണ് കമ്മികളുടെ സ്ഥിരം പണി. കേന്ദ്ര സർക്കാർ ഒന്നും നൽകുന്നില്ലെന്നാണ് ഇക്കൂട്ടരുടെ എപ്പോഴത്തെയും കരച്ചിൽ. എന്നാൽ കേരളത്തിൽ ഇന്ന് കാണുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കെല്ലാം കാരണം തന്നെ കേന്ദ്ര സർക്കാരാണ്. കേരളത്തിലെ റോഡ് വികസനം, വിഴിഞ്ഞം പദ്ധതി തുടങ്ങി എല്ലാ അന്താരാഷ്ട്ര പദ്ധതികൾക്കും എല്ലാത്തിനും കയ്യും മെയ്യും മറന്നാണ് കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടുള്ളത്. എന്നാൽ ഒന്നും തരുന്നില്ലെന്നാണ് ഇക്കൂട്ടർ സ്ഥിരം പല്ലവി പറയാറുള്ളതും. എന്നാൽ ഇപ്പോഴിതാ വീണ്ടും കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം അറിയിച്ചത്. റോഡ് വികസനത്തിലെ മെല്ലെ പോക്കാണ് പലതിലും കേരളത്തെ പിന്നോട്ട് വലിക്കുന്നത്. ഇത് കണ്ടെത്തിയാണ് വീണ്ടും കേന്ദ്ര സർക്കാർ കേരളത്തെ അകമഴിഞ്ഞ് സഹായിക്കാൻ എത്തിയിരിക്കുന്നതും. കേരളത്തെ ടൂറിസം പദ്ധതികൾ പോലും അല്ലെങ്കിൽ വിദേശികൾ പോലും ഇവിടെ വരാത്തത് പോലും കേരളത്തിലെ റോഡുകളെ പറ്റിയുള്ള ആശങ്ക മൂലമാണ്. പലപ്പോഴും കേരളത്തിലെ ട്രാഫിക് കുരുക്ക് വിദേശ മാധ്യമങ്ങളിൽ പോലും വാർത്തയായിട്ടുണ്ട്. കൂടാതെ യാത്രയ്ക്കെടുക്കുന്ന സമയമെല്ലാം വിദേശികളെ പിന്നോട്ട് വലിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമയം വിലപ്പെട്ടതാണ്. മുക്കാൽ സമയത്തോളം റോഡിൽ കിടക്കേണ്ടി വരുമെന്നതിനാൽ ആരും കേരളത്തിലേക്ക് എത്തുന്നില്ല. അതിനാൽ പുതിയ പദ്ധതികൾ വരുന്നതോടെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്താൻ വെറും 3 മണിക്കൂർ മാത്രമായിരിക്കും വേണ്ടിവരിക. ഇപ്പോഴിതാ വീണ്ടും കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം കോടിയുടെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് അറിയിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു ഗഡ്കരിയുടെ പ്രഖ്യാപനം. കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഉടനെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 896 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള 31 പുതിയ പദ്ധതികളാണുള്ളത്. ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയം. ആയുർവേദം ഉൾപ്പെടെയുള്ള മേഖലകൾ സമ്പന്നമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരാണ് കേരളത്തിലേക്ക് വരുന്നത്. ഈ സാധ്യതകൾ നമ്മൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. ടൂറിസം വികസനത്തിന് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യം കേരളത്തിൽ ഒരുക്കുവാൻ കേന്ദ്ര സർക്കാർ ഉറച്ച പിന്തുണ നൽകുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമത്തേത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത 966 4 വരിയാക്കൽ. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലൂടെ കടന്നു പോകുന്ന പാതയ്ക്ക് 120 കിലോമീറ്ററാണ് ദൂരം. 10,814 കോടി രൂപയാണ് ഇതിന്റെ ചിലവ്. 3 മാസത്തിനകം പ്രവൃത്തികൾ ആരംഭിക്കും. വടക്കൻ കേരളത്തെ വ്യവസായ നഗരമായ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പാത നിർണായക പങ്കാണ് വഹിക്കുക. രണ്ടാമത്തേത് ദേശീയപാത 544 അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് 6 വരിയാക്കൽ. 45 കിലോമീറ്റർ ദൂരമാണ് ഇവിടെയുള്ളത്. 6,500 കോടി രൂപയോളം ചിലവ് വരും. 6 മാസത്തിനകം പ്രവൃത്തികൾ ആരംഭിക്കും. മൂന്നാമത്തേത് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്. 62.7 കിലോമീറ്റർ ദൂരമാണ് ഇവിടെയുള്ളത്. ചിലവ് 5,000 കോടി. 4-5 മാസത്തിനുള്ളിൽ പ്രവർത്തികൾ ആരംഭിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള പ്രധാന കോറിഡോർ ആയിരിക്കും ഈ പാത. നാലാമത്തേത് കൊല്ലം ജില്ലയിലെ റോഡ് പദ്ധതി. കൊല്ലത്തെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ട, തിരുനെൽവേലി, തെങ്കാശി തുടങ്ങിയ പ്രധാന നഗരങ്ങളുമായും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത 38.6 കിലോമീറ്റർ ആണുള്ളത്. ചിലവ് 300 കോടി. 4-5 മാസത്തിനുള്ളിൽ പ്രവൃത്തി ആരംഭിക്കും. എന്തായാലും ഫ്ലെക്സ് അടിക്കാൻ റിയാസ് വേഗം ഒരുങ്ങിക്കോ. കാരണം കേന്ദ്രത്തിലെ ആൺപിള്ളർ പണി തുടങ്ങിയിട്ടുണ്ട്.